കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ചെയർമാൻ ജോസ് കെ മാണിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ജോസ് ഇപ്പോൾ LDFന്റെ നേതാവാണ്. പിടിച്ച പിടിയാലെ 1000 സീറ്റുകളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFിൽ നിന്ന് ജോസ് കെ മാണി നേടിയെടുത്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ജോസിനെയും കൂട്ടരെയും UDFിൽ എത്തിക്കാൻ സതീശനും സംഘവും ശ്രമിച്ചതാണ്. എന്നാൽ അത് നടന്നില്ലെന്നും മാത്രമല്ല, കൂടുതൽ സീറ്റ് നേടിക്കൊണ്ട് ജോസ് LDFിൽ ഉറച്ചു നിൽക്കുന്നതാണ് കണ്ടത്. ഇവിടെ ജോസ് കെ മാണിയെ കുടുക്കി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ കേരള കോൺഗ്രസ് നേതാവും നിലവിൽ BJP ക്യാമ്പിലെ അംഗവുമായ PC ജോർജ്. പറയുന്നത് PC ആയതുകൊണ്ട് തന്നെ പകുതി പള്ളിക്ക് കൊടുത്താൽ മതി എന്ന് നമുക്കറിയാം. എന്നാൽ ഇവിടെ PC ജോർജ് ഉന്നയിച്ചിരിക്കുന്ന അത്രയ്ക്ക് ഗുരുതരമായ ആരോപണങ്ങളാണ്. KM മാണി എന്ന വലിയ നേതാവിന്റെ മുഖത്ത് ആഞ്ഞടിച്ച വ്യക്തിയാണ് മകൻ കൂടിയായ ജോസ് കെ മാണി എന്നാണ് PC പറയുന്നത്. KM മാണിയെ പട്ടിണിക്കിട്ട് ക്രൂരത കാണിച്ചുവെന്നും അവസാന കാലത്ത് ഒരു വിലയും പാലായിലെ വീട്ടിൽ KM മാണിക്ക് ഉണ്ടായിരുന്നില്ലെന്നും PC ജോർജ് പറഞ്ഞു. നിലവിൽ രാജ്യസഭാ MP ആണ് ജോസ് കെ മാണി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ നിന്നോ കടുത്തുരുത്തിയിൽ നിന്നോ ജനവിധി തേടാനുള്ള ഒരുക്കത്തിലാണ് ജോസ് കെ മാണി. അതിനിടയിലാണ് ഈ ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. തെരഞ്ഞെടുപ്പിൽ നിന്ന് ജോസ് കെ മാണി മാറി നിൽക്കണമെന്നും രാജ്യസഭാ MP സ്ഥാനം രാജിവെക്കണമെന്നും രാഷ്ട്രീയ എതിരാളികൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ വിവാദത്തിനോട് ഇതുവരെ ജോസ് കെ മാണി പ്രതികരിച്ചിട്ടില്ല. PC ജോർജിന്റെ വിവാദമായ വെളിപ്പെടുത്തലുകൾ ഒന്ന് കേട്ടു നോക്കാം. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്നും പറഞ്ഞ് മാണിയെ തല്ലി പഞ്ഞു കൊടുക്കാതിരുന്നവൻ കേരള കോൺഗ്രസ് നേതാവാന്ന് നടക്കുക. സ്വന്തം അപ്പനിട്ട് അടിച്ചവനാണ് ജോസ് കെ മാണി. ഞാൻ ആധികാരികമായിട്ട് പറയുന്നു, മനസ്സിലായില്ലേ? ഒറ്റ ഉദാഹരണം പറയാം. അങ്ങേരുടെ അവസാന കാലത്ത് 52 കൊല്ലം MLA ആയി, 23 വർഷത്തേക്കാൾ കൂടുതൽ മന്ത്രിയായി ഈ രാജ്യത്തിന് സേവനം ചെയ്ത KM മാണി എന്ന് പറഞ്ഞ വലിയ മനുഷ്യൻ ദുഃഖത്തോടുകൂടി മക്കളുടെയും ഭാര്യയുടെയും സഹായമില്ലാതെ കഴിയേണ്ട ഗതികേടുണ്ടായി എന്ന് പറഞ്ഞാൽ എത്രയോ ദുഃഖകരമാണ്, പ്രതിഷേധാർഹമാണെന്ന് ആലോചിക്കണം. അങ്ങനെ ഒരൊറ്റണം പറഞ്ഞേക്കാം. ഒരു ദിവസം രാവിലെ ഒരു 6:45 മണിയായപ്പം ഒരു ഫോൺ എടുത്തപ്പോൾ മാണി സാറാണ്. ഞാൻ ചോദിച്ചു, എന്നാ മാണി സാറേ, എനിക്കിപ്പം കാണണം. ഞാൻ പറഞ്ഞു, ഇപ്പം കാണണമെന്ന് ഞാൻ കുളിച്ചിട്ട് വന്നാൽ മതിയോ, ഡ്രൈവർ വന്നിട്ടില്ല, അത് പറ്റിയാൽ എനിക്കിപ്പം കാണണം. എനിക്ക് മനസ്സിലായി എന്തോ കുഴപ്പം, കരയുകയാണ്. സ്വന്തം വീട്ടിൽ, പാലാ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്, നിങ്ങൾ ഓർത്തോണം. ആധികാരികമായിട്ട് കോട്ടയത്തെ പത്രക്കാരോടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഉടനെ കാർ ഓടിച്ച് പൊരിക്കകത്ത് കയറി, കയ്യിലുമുണ്ടായിരുന്നത് മാറ്റി വെള്ളം മുണ്ട് കൊടുത്ത് ഷർട്ടുണ്ടായിരുന്നു, ആ ഷർട്ട് വിട്ട് നേരെ പാഞ്ഞ് അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നു. ഞാനിങ്ങനെ നേരെ ചെല്ലുമ്പോൾ ജോസ് കെ മാണിയും ഭാര്യയും മാണി സാറിൻ്റെ ഭാര്യ അവിടെ നിൽക്കുന്നേ കാണാം. മാണി സാർ ഈ ഇടതുവശത്താണ് ഇരിക്കുന്നത്. അങ്ങോട്ട് കാറ് വിട്ടു, അവിടെ നിന്നാലും ഇവർ നിൽക്കുന്നേ കാണാം. അവിടെ ചെന്നപ്പോൾ മാണി സാർ കെട്ടിപ്പിടിച്ച് കരയുക, ഒറ്റ കരച്ച. അപ്പോൾ ഒരു 7:10, 7:15 കാണും. അങ്ങനെ വേദനയോട് പറഞ്ഞ് ഇപ്പോഴും എൻ്റെ ചങ്കി കിടന്ന് പിടയ്ക്കുക. വേറെ ഒരു കട്ടൻ കാപ്പി എനിക്ക് കിട്ടിയിട്ടില്ല ഈ നിമിഷം വരെ. ഒന്ന് ആലോചിച്ച്. 52 കൊല്ലം MLA ആയി, 23 വർഷത്തിൽ കൂടുതൽ മന്ത്രിയായി ഈ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്തൊരു മനുഷ്യനെ വീട്ടിൽ കെട്ടിയ അനുഭവം ഒന്ന് ആലോചിക്കുക. എത്ര ദുഃഖകരമാണ്. ഞാൻ എൻ്റെ വായി വന്ന് അറിയാമല്ലോ നിങ്ങൾക്ക് എൻ്റെ സ്വഭാവം, അതെല്ലാം അങ്ങ് പറഞ്ഞപ്പോൾ ഒരു സ്ത്രീ കയ്യിലുമുണ്ടും ജമ്പർ വിട്ട ഒരു സ്ത്രീ, ഹിന്ദു സ്ത്രീ ഉറപ്പാണ്. അവരോടി ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയായിട്ട് വന്നു. അപ്പം ഞാൻ അവരെയും ചീത്ത വിളിച്ചു, ഇപ്പോഴാണ് അവിടെ കാപ്പി കൊണ്ടിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, പറയാതെ തരാൻ കഴിയുമോ? അപ്പോൾ ക്ലിയറായല്ലോ, തടഞ്ഞു വെച്ചിരിക്കാമെന്ന്. ഞാൻ ആ കാപ്പി മേടിച്ച് വിഷം കൊണ്ടോടിയെന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. കുടിച്ച് കാണിക്കാമെന്ന്. നീ കുടിക്കേണ്ടെന്ന് പറഞ്ഞ് ഞാൻ മേടിച്ചത് മാണി സാർ മേടിച്ച് ഒറ്റ കുടിയാണ്. ഒന്ന് ആലോചിച്ചു ആ മനുഷ്യൻ്റെ ഗതി. ഞാൻ അങ്ങനെ എനിക്ക് അദ്ദേഹത്തെ വീട്ടിലോട്ട് കൊണ്ടുപോയാലെന്ന് ഞാൻ ആലോചിച്ചു. കൊണ്ടുപോയാൽ നിങ്ങൾ ഉൾപ്പെടെ പറയുന്നത് തന്നെ PC ഒരു കളിച്ചതാണെന്ന് പറഞ്ഞു. ഞാനെനിക്ക് അതും വേറെ ഇടും വേറെ ഇട്ടച്ചും വില കൊണ്ടും വേല. ഞാൻ ആലോചിച്ച് എന്ത് ചെയ്യും. അവസാനം മാണി സാറിനോട് ചോദിച്ചു, മാണി സാറേ ഏറ്റവും ഇഷ്ടപ്പെട്ട മകളാരാ? മകൻ ഈ പരുവാണല്ലോ. ഇതിനു മുമ്പ് മകൻ ഇടിച്ചതാണ്, തിരുവനന്തപുരത്തിട്ട് മുഖ്യമന്ത്രിയാകുമ്പോൾ ഇടി കൊടുത്തതാണ്, അതെനിക്കറിയാം, തല്ലിയവനാ. അന്നും മാണി സാറ് കരഞ്ഞുകൊണ്ട് എന്നോട് സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ മാണി സാറ് പറഞ്ഞു, കോതമംഗലത്ത് കെട്ടിച്ചുവിട്ട കൊച്ചാണ് എന്നോട് ഏറ്റവും സ്നേഹം. ശരി, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിറ്റേ ദിവസം കോതമംഗലത്ത് കെട്ടിച്ചേട്ട കൊച്ച് മരമ്പള്ളി നഗറിലേക്ക് മാണി സാറിനെ കൊണ്ടുപോയി. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഡെഡ് ബോഡിയാണ് വീട്ടിലെത്തിച്ചത്. മനസ്സിലായില്ലേ? ഇതാ ആ മാണി സാറിൻ്റെ ഉള്ള പാർട്ടിയുടെ അനുഭവമായി ഞാൻ പറഞ്ഞു. കേരള കോൺഗ്രസ്സാണ്. സ്വന്തം തന്തയെ ഇതുപോലെ ഉപദ്രവിച്ചാൽ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പിന്നീട് ജോസഫിന് ഞാൻ പറഞ്ഞല്ലോ. പിന്നീട് ഇവിടെ 7 കേരള കോൺഗ്രസ് ഉണ്ട്. നിങ്ങൾക്ക് പേര് എനിക്ക് എല്ലാത്തിനും അറിയത്തില്ല. അതുകൊണ്ട് വിനയപുരസരം ഞാൻ അപേക്ഷിക്കുന്നു. കേരളത്തിലെ കർഷക വർഗത്തോട് മര്യാദയുണ്ടെങ്കിൽ, നീതിബോധമുണ്ടെങ്കിൽ, ക്രിസ്ത്യാനിയോട് സ്നേഹമുണ്ടെങ്കിൽ ഇത് പിരിച്ചുവിടണം. കേരള കോൺഗ്രസ് പാടില്ല. ഞാൻ BJPയിലേക്ക് ക്ഷണിക്കുന്നതിന് ഇപ്പോൾ എൻ്റെ ആഗ്രഹം അതാ, വന്നാൽ സ്വാഗതം, ആലോചിക്കാം. എൻ്റെ അഭിപ്രായം അതാണ്.
പിന്നെ മധ്യ തിരുവിതാംകൂറിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മുടെ ശക്തി തെളിയിക്കപ്പെടാൻ പോവുകയാണ്, ഒരു സംശയവും വേണ്ട. ഇനിയും അതുപോലെ കേരള കോൺഗ്രസ് ചരിത്രവുമായി ബന്ധപ്പെട്ട് വളരെ ദുഃഖിക്കുന്ന അനുഭവങ്ങൾ പലതുണ്ട് എനിക്ക്. ഞാനെല്ലാം ഒന്നും പറയുന്നില്ല. നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയം മാറിയേ മതിയാവും. കേരളത്തിൽ ക്രൈസ്തവ സമൂഹം, ഞാൻ ഒളിച്ചു വെക്കുന്നില്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളെന്ന നിലയിൽ പിന്നെ പറയുന്നു, ക്രൈസ്തവ സമൂഹത്തിൻ്റെ സ്വാധീനം കുറഞ്ഞിരിക്കുന്നു, അവർക്കാരുമില്ല എന്നൊരു ഫീലിംഗ് കേരളത്തിൽ ഉണ്ടായിരിക്കുക.